ഗൈസ് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിലൊരു കമൻറ്റ്, പിരിവെടുക്കാറായല്ലോ, പിരിവെടുക്കുന്നില്ലേ ഇവളാട്. അപ്പോൾ ഞാൻ എന്തോടുത്ത് ഇവളെ ഡയറക്റ്റിങ് വിളിച്ചു വരുത്തി, എന്നാൽ പിന്നെ എടുത്തിട്ട് പോയാൽ മതി. സംഭവം എനിക്ക് പേടിയാ, ഒന്നാമത്തെ കാര്യം അല്ലേടി. അതെ, ഭയങ്കര പേടിയാ, അതാണ് എടുക്കാട്ടെ. എന്തായാലും കമൻറ്റ് ഇട്ടല്ലേ, അവൾ തന്നെ എടുക്കട്ടെ. തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതാ ഞാൻ എടുക്കാത്തത്, മനസ്സിലായ? ഇതാണ് പിരിവെടുക്കാത്തത്. അതിനിടയ്ക്ക് അവിടെ ഒരു കമന്റ്, പിരിവെടുക്കാറായല്ലോ. ഓ, ത്രെഡ് ചെയ്യാതെ അവള് റീലെടുക്കത്തില്ല. ആ പടം ഇത്രയും ഭാഗം കാണിക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ അത് മര്യാദക്കിരിക്കണ്ടേ? ഇരിക്കണം, പ്രത്യേകിച്ച് നിന്റെ. അങ്ങനെയില്ല, ജസ്റ്റ് എടുത്തോ, ഇല്ല അങ്ങനത്തെ. മതി പോരെ, മതി, ധാരാളം. അത് മതി, ചുമ്മാ അവിടെ ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ അത് തന്നെ എനിക്ക് താങ്ങാൻ വയ്യ. മതി ബ്ലേഡ് എടുക്കോ. കാലി ഇழுത്ത് വരുത്തിട്ട് കാലിന്ന് അതായത് അടി വരും മറ്റേടല്ലോ. കഴിഞ്ഞില്ലേടി ഇത്. അങ്ങനെ ഗൈസ് ഇപ്പോൾ ഒറ്റൊരുത്തി കമന്റ് ഇട്ട് ഒന്ന് പിരികം ചെയ്യുന്നില്ലെന്ന് അവളെ തന്നെ വിളിച്ചു വരുത്തി. എൻ്റെ പിരികം മൊത്തം സെറ്റ് ചെയ്ത് കണ്ട
സൂപ്പറായി നല്ല ഉണ്ടടി. പക്ഷെ അവിടെ തണുക്കാൻ തുടങ്ങി കേട്ടോ. കണക്കുന്ന ആശ്ചര്യമില്ലേ? എല്ലാ ജെല്ലും ഉണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് ഡീറ്റാൻ വിത്ത് ക്ലീനപ്പ്. നൈസ്, നല്ലുണ്ട്. പിരികില്ല ഇവിടെ നിന്ന് കണ്ടോ. സ്റ്റാർട്ടിങ് ഷെയ്ഡ് ചെയ്യണം. ഒട്ടും ഇല്ലായിരുന്നു. എടുത്തെടുത്ത പിന്നെങ്കിലും വന്നത്. പിടിച്ചേ. 2 വാക്ക് എന്നെ പറ്റി. 2 വാക്ക് അവളെ പേടിച്ച് പറയും. ഇവള് നല്ലൊരു ഇവളാണ്. ഇവളെ പോലെ ഇവള് വേറെ ഇല്ല. ഇവള് അടിപൊളി ഇവളാണ്. മതിയോ? മതി. ഓ ചോക്ക് നോക്ക് ഉണ്ടാ. ഇവളാണ് ഈ ചോപ്പിച്ച് വെച്ചത്. പക്ഷെ നല്ല രസമുണ്ട്. ഇവളോട് ആര് പറഞ്ഞ് കമന്റ് ഇടാനല്ലേ? ഇവള് കമന്റ് ഇട്ട് എന്താ ഐബ്രോസ് ത്രെഡ് ത്രെഡ് ചെയ്യാറായല്ലോ, വളർന്നല്ലോ. ഒന്നും നോക്കിയില്ല, അവളെ തന്നെ വിളിച്ചു വരുത്തി ത്രെഡ് ചെയ്യിച്ചണ്ടാ. സൂപ്പറല്ലേ? നോക്ക്, ഇതാണ് ഞങ്ങൾ ശുണ്ടരി കുട്ടി, അമീറക്കുട്ടി. അപ്പൊ അടുത്ത് വളരുമ്പോ കമന്റ് ഇട്ട് ഇതൊരു തൊഴിലാക്കും. ശരി ഗൈസ്, ബൈ. പറയണേ ഏട്ടാ. ടാറ്റാ.